അണ്ടർ ദ സ്കിൻ എന്ന ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കഥയുടെ തുടക്കത്തിൽ ഒരു കണ്ണിന് മാത്രം കാഴ്ചയുള്ള ഒരു മനുഷ്യൻ ട്രക്കിൽ എങ്ങോട്ടോ യാത്ര ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ യാത്രയിൽ അയാൾ ഒരു കാട്ടിൽ എത്തിപ്പെടുകയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്നും കാട്ടിലേക്ക് ഇറങ്ങി നടക്കുന്നു. അയാൾ നടന്ന് അവിടെ ഒരു കുതിരകളുടെ ഫാം ഹൗസിൽ എത്തിപ്പെടുന്നു. അവിടെ ഒരു സുന്ദരിയായ സ്ത്രീ കുതിരകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടേതാണ് ആ ഫാം എന്ന് തോന്നുന്നു. അയാളെ കണ്ടപ്പോൾ സ്ത്രീ ചോദിക്കുന്നു, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? എനിക്ക് ഒരു ജോലി തരാമോ എന്ന് അയാൾ ചോദിക്കുന്നു. ആ സ്ത്രീ ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? ഞാൻ റോഡ് വഴി ഇങ്ങോട്ട് നടന്നു വന്നതാണ്. നിങ്ങൾക്ക് വീടൊന്നുമില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. നിങ്ങൾ റോഡിലാണോ ഉറങ്ങുന്നത്? ഇല്ല, ഞാൻ ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ്. ഞാനൊരു ജോലിയാണ് നോക്കുന്നത്. ഞാൻ നന്നായി ജോലി ചെയ്തു കൊള്ളാം. അതിരിക്കട്ടെ, നിങ്ങളുടെ കണ്ണിന് എന്ത് പറ്റിയതാണ്? ഇത് താൻ ജനിച്ചപ്പോൾ ഇങ്ങനെയാണ് എന്ന് അയാൾ പറയുന്നു. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധയോടെ നോക്കുന്നു. നിങ്ങൾക്ക് വേദനയുണ്ടോ? ഇല്ല, ചിലപ്പോഴൊക്കെ എനിക്ക് തലവേദന ഉണ്ടാകാറുണ്ട്, ഡബിൾ വിഷൻ ആയതുകൊണ്ട്. അവളുടെ കയ്യിലെ 3 വിരലുകൾ നീട്ടിക്കൊണ്ട് ഇത് എത്രയാണെന്ന് ചോദിക്കുന്നു. അതിന് 3 എന്ന് അയാൾ ഉത്തരം പറയുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ 6 എന്ന് പറയുമെന്ന്. അത് ശരിയാണ്, എന്നാൽ കൂടുതൽ മനുഷ്യർക്കും 6 വിരലുകൾ ഉണ്ടാവാറില്ലല്ലോ എന്ന് അയാൾ മറുപടി പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ മൃഗങ്ങളെ നോക്കുന്നതിൽ? ഉണ്ട് എന്ന് അയാൾ പറയുന്നു. മൃഗങ്ങളെ നോക്കുന്നതിൽ ഞാൻ എക്സ്പീരിയൻസ് ഉള്ളയാളാണ്. ഇവിടെ നിങ്ങൾ കൂടുതലായി മൃഗങ്ങളുടെ വേസ്റ്റ് എല്ലാം കോരേണ്ടി വരും. അതു സാരമില്ല, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം തന്നാൽ മതി. റൂഫിൽ ഒരു മാട്രസ് കിടപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് കിടക്കാം. നിങ്ങൾ മദ്യപിക്കുമോ? ഇല്ല എന്നയാൾ പറയുന്നു. നിങ്ങളുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ക്രിസ്റ്റി. ഓക്കെ, ഐ ആം സെറീന. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയല്ലേ? അതെ എന്നവൾ മറുപടി പറയുന്നു. അങ്ങനെ അയാൾ റൂഫിൽ പോയി എല്ലാം അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ നേരം വെളുത്തു ക്രിസ്റ്റി ജോലി തുടങ്ങി. കുതിരകൾ മാത്രമല്ല, നിറയെ ആടുകളും ഉണ്ടായിരുന്നു. അവൾ റൂമിലിരുന്ന് അയാളുടെ ജോലി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പകലും രാത്രിയുമെല്ലാം ചീവീടിൻ്റെ വല്ലാത്ത ശബ്ദം ആയിരുന്നു. അങ്ങനെ രാത്രി അയാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഗേറ്റ് ആരോ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആരുടെയോ കാലൊച്ചകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ എണീറ്റ് നോക്കുമ്പോൾ ഒരു നഗ്നനായ മനുഷ്യൻ, ക്ഷീണിതനായ ഒരാൾ അടുത്തു നിൽക്കുന്നു. പെട്ടെന്ന് ആ മനുഷ്യൻ കത്തിയെടുത്ത് ക്രിസ്റ്റിയെ കുത്താൻ ശ്രമിക്കുന്നു. ക്രിസ്റ്റി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അത് ഒരു ദുസ്വപ്നമായിരുന്നു. അങ്ങനെ അയാൾ പിന്നെയും കിടന്നുറങ്ങി. നേരം വെളുത്തു. അയാളുടെ ജോലി തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് സെറീന അകത്ത് പാട്ടുപാടുന്ന ശബ്ദം അയാൾ കേട്ടു. അത് കേട്ട് അവിടെ അയാൾ നിന്നുപോയി. പെട്ടെന്ന് അവൾ ഞെട്ടി പാട്ട് നിർത്തി. അയാളാണെന്ന് കണ്ടപ്പോൾ പിന്നെയും പാടാൻ തുടങ്ങി. പാട്ട് കഴിഞ്ഞപ്പോൾ സെറീന ചോദിച്ചു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്യുകയാണ്. അതല്ല, നീ ഇവിടെ എന്തു ചെയ്യുകയാണ്? ക്ഷമിക്കണം, ഞാൻ പാട്ട് കേട്ട് നിന്നുപോയതാണ് എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയി ജോലി ആരംഭിക്കുന്നു. അപ്പോഴാണ് അയാൾ അവിടെ ഒരു ഗേറ്റ് ശ്രദ്ധിക്കുന്നത്. അതിനിടയിലൂടെ അയാൾ അകത്തേക്ക് പോകുന്നു. ഉള്ളിലേക്ക് പോകുന്തോറും കാട് മാത്രമാണ് കാണിക്കുന്നത്. അവിടെ അയാൾ കുറച്ചു ശവകുടീരങ്ങൾ കാണുന്നു. ആരോ പൂക്കൾ വച്ചിട്ടുണ്ട്. അവിടെ നിന്നും അയാൾ തിരിച്ചു വന്ന് ജോലി തുടങ്ങുന്നു. ആ ജോലിക്കിടയിൽ അയാൾ ഒരു ആടിനെ തൊടുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിലെ മുറിവുകളിൽ തൊട്ട പോലെ അയാൾക്ക് ഫീൽ ചെയ്യുന്നു. ആരോ അയാളുടെ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. അയാൾ ആകെ അസ്വസ്ഥനാകുന്നു. പിന്നീട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കത്തി കയ്യിൽ കരുതി അയാൾ കിടന്നുറങ്ങുന്നു. അങ്ങനെ ക്രിസ്റ്റി ഉറങ്ങാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ആരോ പിന്നെയും വിളിക്കുന്ന ശബ്ദം. ക്രിസ്റ്റി എന്നാണ് വിളിക്കുന്നത്. അയാൾ നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല. ഡോറിന് വെളിയിലായാണ് ശബ്ദം കേൾക്കുന്നത്. അയാൾ കത്തിയെടുത്ത് വാതിൽ മെല്ലെ തുറന്നു. വാതിൽ തുറക്കുമ്പോൾ ഒരു വെള്ളക്കുതിര കുറച്ചു ദൂരെ നിൽക്കുന്നതായാണ് കാണുന്നത്. അയാൾ കുതിരയുടെ അടുത്തേക്ക് ചെന്നിട്ട്, നിനക്കെന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു.
കുതിര നിന്ന സ്ഥലത്ത് അയാളുടെ രൂപത്തിലുള്ള മറ്റൊരാളെ കാണുന്നു. ഞാൻ ഇവിടെയുണ്ട്, ഈ സ്കിന്നിനു താഴെ എന്ന് അയാൾ പറയുന്നു. എന്നിട്ട് ആ രൂപം ഉച്ചത്തിൽ നിലവിളിക്കുന്നു. പിന്നീട് ക്രിസ്റ്റി വിറക് വെട്ടുന്ന രംഗമാണ് കാണിക്കുന്നത്. അയാൾ വളരെ ഭയപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട സെറീന ചോദിക്കുന്നു, ക്രിസ്റ്റി, നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് വയ്യായിക വല്ലതുമുണ്ടോ? ഒന്നുമില്ല, ഞാൻ അല്പം ക്ഷീണിതനാണ്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ഡിന്നർ ഞാൻ ഉണ്ടാക്കാം, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാം എന്ന് സെറീന പറയുന്നു. ക്രിസ്റ്റി അത് സമ്മതിക്കുന്നു. അങ്ങനെ ഡിന്നറിനായി രാത്രി അയാൾ സെറീനയുടെ വാതിലിൽ മുട്ടുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ, ഭാര്യയെങ്കിലും എന്ന് സെറീന ചോദിക്കുന്നു. അതെ, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തു സംഭവിച്ചു? ഞങ്ങൾ സെപ്പറേറ്റായി. എന്തിന്? ഞാൻ അവളെ വെറുക്കാൻ തുടങ്ങി. പതിയെ പതിയെ അങ്ങനെ ഞാൻ അവളെ വിട്ടുപോന്നു. എന്നാൽ കാരണം അയാൾ വ്യക്തമാക്കിയില്ല. ക്രിസ്റ്റി, ഡിന്നർ എങ്ങനെയുണ്ട്? വളരെ നന്നായിരിക്കുന്നു. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ റെസിപ്പിയാണോ? അല്ല, എൻ്റെ അമ്മയുടേതാണ്. അമ്മ ഇപ്പോൾ എവിടെയാണ്? അമ്മ മരിച്ചുപോയി. മലയുടെ മുകളിൽ നിന്ന് വീണാണ് മരിച്ചത്. അപ്പോൾ ക്രിസ്റ്റി എന്തോ പറയാൻ പോയി, എന്നാൽ പറഞ്ഞില്ല. സെറീന ചോദിക്കുന്നു, നിങ്ങൾ എന്തോ പറയാൻ വന്നല്ലോ, എന്താണത്? അത് ഒരു പ്രത്യേക സ്ഥലമാണല്ലേ എന്ന് ക്രിസ്റ്റി ചോദിക്കുന്നു. സ്ത്രീകൾ മാത്രം അവിടെ കാണുന്നുള്ളൂ, പുരുഷന്മാരില്ല. ക്രിസ്റ്റി നേരത്തെ കണ്ട ശവകുടീരങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അത് എൻ്റെ കുടുംബമാണ്, അത് നിനക്കുള്ള സ്ഥലമല്ല എന്ന് സെറീന പറയുന്നു. സോറി, ഞാൻ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ ആക്സിഡൻ്റലി ആണ് അവിടെ എത്തിയത് എന്ന് ക്രിസ്റ്റി പറയുന്നു. നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇഷ്ടമല്ലല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ തനിച്ച് ജീവിക്കുന്നത് എന്ന് സെറീന ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദുർബലനാണ്. പെട്ടെന്ന് അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എൻ്റെ പാത എനിക്കറിയാം, എൻ്റെ വഴിയിൽ ആരും വരണ്ട എന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾ പോകുന്നു. അയാളുടെ ഷർട്ടുകൾ ഊരി വലിച്ചെറിയുന്നു. ക്രിസ്റ്റി താമസിച്ചിരുന്ന റൂം മരപ്പലകകൾ കൊണ്ടുള്ളതാണ്. അതിൽ വിടവുകളുണ്ട്. പെട്ടെന്ന് ആ വിടവുകളിലൂടെ 2 കൈകൾ നീണ്ടുവരുന്നു. ആ കൈകളിൽ കത്തിയുണ്ട്. എന്നിട്ട് ഒരു ശബ്ദം കേൾക്കുന്നു, ക്രിസ്റ്റി, നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കൂ. ക്രിസ്റ്റി ആ കൈകളിൽ നിന്ന് കത്തിയെടുക്കുന്നു. എന്നിട്ട് റൂമിൻ്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അന്നു കണ്ട ആ വെള്ളക്കുതിര അവിടെ തന്നെ നിൽക്കുന്നു. അയാൾ കുതിരയുടെ അടുത്തേക്ക് നീങ്ങുന്നു. അന്നു കണ്ട ആ രൂപം പിന്നെയും കാണുന്നു. ആ രൂപം ക്രിസ്റ്റിയോട് പറയുന്നു, ഇത് അവളാണ് ഇത് ചെയ്തത്. അവളുടെ റൂമിൽ ഒരു തോക്കുണ്ട്. ആ തോക്കിൽ 2 ഉണ്ടകളുണ്ട്. ഒന്ന് എനിക്കും ഒന്ന് അവൾക്കും. ക്രിസ്റ്റി, വേഗം പോയി ഞങ്ങളെ രക്ഷിക്കൂ. ക്രിസ്റ്റി അവിടെ നിന്നും പോയി ഒരു കുതിരയെ കൊല്ലുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. എന്നിട്ട് ആ റൂമിലുള്ള തോക്കെടുക്കുന്നു. എന്നിട്ട് ആ വെള്ളക്കുതിരയുടെ നേരെ തോക്ക് നീട്ടുന്നു. എന്നിട്ട് പറയുന്നു, ഇതാ നീ ആഗ്രഹിച്ച പോലെ ഇതിലെ ഒരു ബുള്ളറ്റ് നിനക്കുള്ളതാണ്. എങ്കിൽ വേഗം ചെയ്യൂ എന്ന് കുതിര പറയുന്നു. പെട്ടെന്ന് സെറീന അവിടെ നിന്നും വരുന്നു. അതിനിടയ്ക്ക് കുതിര പറയുന്നുണ്ട്, അവൾ വരുന്നു, എന്നെ വേഗം കൊല്ലൂ എന്ന്. നീ എന്തിനാണ് താമസിക്കുന്നത്? പ്ലീസ് ഡു ഇറ്റ് എന്ന് കുതിര പറയുന്നു. പെട്ടെന്ന് അവൾ ഓടി വരുന്നു. നീ എന്താണ് ചെയ്യുന്നത് എന്ന് ക്രിസ്റ്റിയോട് ചോദിക്കുന്നു. ഇത് ഒരു ദുസ്വപ്നമാണ് ക്രിസ്റ്റി, ഇറ്റ്സ് എ ബാഡ് ഡ്രീം എന്ന് പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിക്കുന്നു. അവൾ അവൻ്റെ മുഖത്ത് സ്പർശിക്കുന്നു. പിന്നീട് നേരം പുലരുമ്പോൾ ഒരു ആടിനെ കാണിക്കുന്നുണ്ട്. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ആടിൻ്റെ കണ്ണ് ക്രിസ്റ്റിയുടെ കണ്ണുപോലെ തന്നെ ആയിരുന്നു. ക്രിസ്റ്റി ജനിച്ചപ്പോൾ ഉള്ള അതേ കണ്ണുകൾ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവൻ അവിടെയുള്ള മൃഗങ്ങളെ തൊടുമ്പോൾ മനുഷ്യനെ പോലെ അവന് തോന്നിയിരുന്നത്. ചിലപ്പോൾ അവൾ ഒരു മന്ത്രവാദിയാകാം. അവിടെ വന്നുപെട്ട ആളുകളെല്ലാം അവൾ മൃഗങ്ങളാക്കി മാറ്റിയതും ആകാം.